ഹായ് ഓൾ, EDO06 ഫിലോസഫി പേപ്പറിൻ്റെ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കിട്ടിയ ടോപ്പിക്കാണ് കറണ്ട് പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മളൊരു കോഡ് റൂം സെഷൻ്റെ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും എഴുന്നേൽക്കുക. കേസ് 11/108 പീപ്പിൾ വേഴ്സസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കേസ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ കേസ് കേൾക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ജനങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചാണ്. ഇന്നിവിടെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ആദ്യം പ്രോസിക്യൂഷൻ കേൾക്കണം. ഇന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇന്നിവിടെ എന്താണ് സംഭവിക്കുന്നത്? അധ്യാപന നിയമനത്തിലെ തകരാറുകൾ, ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ കുറവുകൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലെ വർഗീയ വേർതിരിവുകൾ. ഈ ഗുരുതരമായ പ്രശ്നം ഏറ്റെടുത്ത് നീതി നടപ്പാക്കുമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇനി ഡിഫൻസിന് എന്താണ് പറയാനുള്ളത്? യുവർ ഓണർ, ഈ കുറ്റാരോപണങ്ങളുടെ ഉത്തരം ഇന്നത്തെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്നിരുന്നാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നിലവിലുണ്ട് എന്ന് ഈ കോടതിയെ താഴ്മയായി ഓർമ്മപ്പെടുത്തുന്നു. പുത്തൻ വീട്ടിൽ മനോജ് മകൾ അഞ്ജലി 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 കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം 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 സത്യം. ഞാനൊരു 10ാം ക്ലാസ്സുകാരിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ വെറും വിദ്യാഭ്യാസം എന്നുള്ള ഒരു പേനയിലും പേപ്പറിലുമായി ചുരുങ്ങി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ മറ്റുള്ള യാതൊരുവിധ കഴിവുകളെയോ ഞങ്ങളുടെ കായികമായിട്ടുള്ള കഴിവുകളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. അതുമല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒത്തിരി കുട്ടികൾ പിന്നോക്കം നിൽക്കുന്നതായിട്ടുണ്ട്. അവരെ ഒന്നും ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറ് കൂടിയില്ല. ഇതിനൊരു നടപടി വേണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അനുനിവാസിൽ അശോകൻ മകൾ ധന്യ ധന്യ ധന്യ. മൈലോ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. കേരളത്തിൽ താരതമ്യം മൂലം പല സ്കൂളുകളും ഇന്ന് അവഗണിക്കപ്പെടുന്നുണ്ട്. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അഡ്രസ്സ് ചെയ്യാനുള്ള പല സംവിധാനങ്ങളും ഇന്നും പല സ്കൂളുകളിലും ഇല്ല. ആത്മഹത്യ ചെയ്യുന്നതോ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതോ ആയ കുട്ടികളെ പറ്റി ആരും പറയുന്നുമില്ല. വിദ്യാഭ്യാസം എന്നാൽ കേവലം അറിവ് സമ്പാദിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിനാൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഒരു വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാം സാക്ഷി കുന്നിൽ വീട്ടിൽ സാവിത്രി മകൾ സുമതി സുമതി സുമതി. ശ്രീമതി സുമതിക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, കൊടും കാടിലാണ് സാറേ എൻ്റെ ഊര്. എൻ്റെ ഊരിൽ പള്ളിക്കൂടവും ഇല്ല, പള്ളിക്കൂടത്തിൽ പോകാനായിട്ട് ബസ്സും ഇല്ല സാറേ. എൻ്റെ കുട്ടികൾക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറേ. പക്ഷേ നമുക്കായിട്ട് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സാറേ. നമുക്ക് നീതി വേണം സാറേ. പ്ലാമൂട്ടിൽ കേശവൻ മകൾ സന്ധ്യ സന്ധ്യ സന്ധ്യ. ശ്രീമതി സന്ധ്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കണമെന്ന്. പക്ഷേ പല കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകളില്ല. ഉള്ളവർക്കാണെങ്കിൽ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള വൈഫൈ കണക്ഷനുകളില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക? അത് കുട്ടികളിലും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കും അത് വളരെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പുത്തൻ വീട്ടിൽ സരോജിനി മകൾ രഞ്ജിനി രഞ്ജിനി രഞ്ജിനി. ഞാനൊരു BA ഗ്രാജുവേറ്റ് ആണ്. അനേകം PSC പരീക്ഷകൾ എഴുതുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ പകുതിയും റദ്ദാക്കുകയും പലതും നീട്ടിവെക്കുകയൊക്കെ ചെയ്യുകയാണ്. എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനാണ്. ഇങ്ങനെ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ എനിക്കും കൃഷിപ്പണി ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയത് തന്നെ ഒരു ആത്മവിശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നെപ്പോലെയുള്ള അനേകായിരങ്ങളുടെ പ്രതീകമാണ് ഞാൻ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യുവർ ഓണർ, ഈ ശബ്ദങ്ങൾക്ക് നേരെ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥ കണ്ണടയ്ക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വേണ്ട നടപടികൾ എടുത്ത് മുന്നേറുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഈ മുന്നേറ്റത്തെ കണ്ടില്ല എന്ന് നടിക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ നമ്മൾ കേട്ട സാക്ഷിമൊഴികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ആദ്യമായി തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്കുമായിട്ടുള്ള വേണ്ട എല്ലാ തരത്തിലുള്ള
മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഈ കോടതി ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ദരിദ്രരായി നിൽക്കുന്ന കുട്ടികൾ, പഠിക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള റെമഡിയൽ ക്ലാസ്സസ് എല്ലാ അധ്യാപകരും നടപ്പിലാക്കണമെന്ന് കർശനമായും ഈ കോടതി ഉത്തരവിടുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജിലും നൽകുന്ന വിദ്യാഭ്യാസം കർശനമായും തൊഴിലധിഷ്ഠിതവും പ്രാക്ടിക്കൽ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം. വെറും റാങ്കിനോ മാർക്കിനോ വേണ്ടി മാത്രമാകുന്ന പാഠ്യപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് കിട്ടുന്ന മാർക്കിന് വാല്യൂ ഇല്ലാത്ത രീതിയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാൻ എല്ലാ അധ്യാപകരും കർശനമായിട്ടും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പഠിത്തത്തോടൊപ്പം തന്നെ അവർക്ക് മറ്റ് പല കഴിവുകളും വികസിപ്പിക്കുന്ന രീതിയിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വേണ്ടത്ര ക്ലാസ് മുറികൾ ഇല്ലാതെ വരുന്ന അവസ്ഥ, കുട്ടികൾക്ക് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത അവസ്ഥ, ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികളെ എല്ലാവരെയും ബോധവാന്മാരാക്കിയിരിക്കണം. എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, എന്താണ് ഡെമോഗ്രഫിക് ട്രെൻഡ്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അധ്യാപകർ ശ്രദ്ധിക്കണം. കേരളം മുഴുവൻ വളരെ കാലമായി കേൾക്കാൻ കാത്തിരുന്ന ഒരു കേസിന്റെ വിധിയാണ് ഇന്നിവിടെ കോടതി വിധിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇന്നിവിടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരാതികളും അനുഭവങ്ങളും കോടതി നേരിട്ട് കേൾക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 5 നിർദ്ദേശങ്ങളാണ് കോടതി ഇന്നിവിടെ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക. +2 കോഴ്സുകളുടെ ലഭ്യത ജില്ലാതലത്തിൽ വർദ്ധിപ്പിക്കുക. സർവകലാശാല വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കുക. 4മതായി, കുട്ടികളുടെ മാനസികാരോഗ്യത്തിനായി സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനം ശക്തിപ്പെടുത്തുക. അധ്യാപിക പരിശീലനം പ്രായോഗികപ്പെടുത്തുക. ഈ 5 വിധികളാണ് കോടതി ഇന്നിവിടെ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയതായി വന്ന മാറ്റങ്ങളോട് കേരള വിദ്യാഭ്യാസ സമൂഹം എങ്ങനെ കാണുന്നു? അവരുടെ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണോ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടുത്തെ ഒരു സാധാരണക്കാരനോട് തന്നെ ചോദിച്ചറിയാം. ഈ വിധിയോട് ഞാൻ എന്തായാലും യോജിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ മക്കളും ഇതുപോലെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുന്നതോടെ എന്തായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഇത് പഠിക്കുന്ന ഓരോരോ കുട്ടികളുടെയും ഭാവിയെ ഇത് ബാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറ്റങ്ങളെല്ലാം കേരള വിദ്യാഭ്യാസ സമൂഹത്തിൽ നല്ലൊരു നാളെ സൃഷ്ടിക്കട്ടെ എന്ന് നിങ്ങളെപ്പോലെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറമാൻ അരുണോടൊപ്പം അലീന.